ചായ വേണം കുടി. അടുക്കളയിൽ പണിയുണ്ടാടാ. വാ അങ്ങോട്ട് വാടാ, മീൻ മുറിക്കാൻ വാ. വാ 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 അങ്ങോട്ട്. ഇങ്ങോട്ടൊന്ന് ഇറങ്ങടാ. രാവിലെ കയറിയില്ല വേറെ ആരും കുളിക്കണ്ടേ? അവരെന്തിനാടാ ശല്യപ്പെടുത്തത്? നീ നിന്റെ കാര്യം നോക്കിപ്പോ. ചേട്ടാ ആർക്കും കുളിക്കണ്ട, എത്ര നേരമായി? ഒരു പ്ലേറ്റും കൂടെ എടുക്കുക. ബാവോട്ട് പോകുന്നതല്ല, പുള്ളി നാട്ടിൽ പോകില്ലേ? സെന്റാ പോകില്ലേ? അവന് വേണ്ട വേണ്ട വേണ്ട. സോഡ ഇല്ലേ? സോഡ ഉണ്ടോ? സോഡ മേടിച്ചില്ല. സോഡ ഉണ്ടായിരുന്നു. കുപ്പി വന്നടാ. ക്ലാസ് ഉണ്ടല്ലേ? ക്ലാസ് എടുക്കാം. പുള്ളി 2 മാസം കഴിഞ്ഞാൽ കാണത്തുള്ളൂ. അവിടെ ആളുകളൊക്കെ മാറി നല്ലൊരു വീട് വെക്കും. ദൈവം സഹായിക്കും. ബാവട്ടം പോവാണ്, അടിച്ചു പോവുകയോ. നീ വെള്ളം എടുത്തുണ്ടോ? നിങ്ങൾ മിച്ചർ പൊട്ടി മനുഷ്യ. എന്തോ മൈരോടിയാണ് കാണിക്കുന്നത്. നീ പോടേ മൈരേ. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചവിട്ടി അടക്കുന്ന വലിയത്. നാട്ടിൽ പോലെ സന്തോഷമായിട്ട് പുള്ളി ആലോചിച്ചുകൊണ്ടായിരിക്കും. രാവിലെ കള്ളു കുടിച്ചിട്ടിരിക്കുക. ഒരാള് സന്തോഷം അങ്ങനെ ചെയ്യാൻ പുള്ളി ആലോചിച്ചുകൊണ്ടായിരിക്കും. ആന കൂടുതലേ പുള്ളി നാട്ടിൽ പോകണ്ട മാത്രം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ ലൈഫിൽ ഉള്ളടാ ഇതില്ല തന്നെ ജീവിതമാണ്. കെട്ടിപ്പിടിച്ച കൈകൊണ്ട് ഇവര് തീരെ ഉണ്ടാക്കുന്ന അടിയല്ലേ? നമ്മൾ എത്ര ഉണ്ടാവും. അവിടെ പോയി മുറ്റം നോക്ക്. ആന പറയെടുക്കുമ്പോ അവൻ പാരിക്കൊണ്ടുപോകും. ചവിട്ടി കിടക്കുന്നില്ലേ ഇത്? ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊഞ്ചൽ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ, കൊഞ്ചൽ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അങ്ങനെ
ഇറങ്ങിപ്പോ. പറയൂ. വിശേഷം ഇനി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഷുഗർ ആണെങ്കിൽ ഹൈ ആയിട്ടുണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, പിന്നെ തൈറോയിഡ്. മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, മരുന്ന് എല്ലാത്തിനും കഴിക്കുന്നുണ്ട്. പിന്നെ വേഗം ഒരു സുഖമില്ല. പിന്നെ ഭാര്യയുടെ പേരിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. നാട്ടിൽ പോയിട്ടെല്ലാം ലീഗലി പ്രശ്നം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭാര്യയുടെ പേരിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു വീട് വെച്ചിട്ടുണ്ട്. കുടി പാല് കാച്ചിന്റെ സമയമായി. ഇനിയിപ്പോ പോയിട്ട് നാട്ടിൽ പോയിട്ട് പാല് കാച്ചിട്ട് വാടക വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറണം. മക്കളെല്ലാവരും അവരെല്ലാം നല്ല നിലയിൽ പഠിപ്പിച്ചു, എല്ലാരും നല്ല ജോലിയാക്കി കൊടുത്തു. ഇനിയിപ്പോ സന്തോഷമാണല്ലോ, നാട്ടിൽ പോയാലും ഭാര്യയുടെ മക്കളും സുഖമായിട്ട് ജീവിക്കല്ലോ. സ്വന്തം പേരിൽ എന്തോ ഉണ്ട് വസ്തുക്കളൊക്കെ? സ്വന്തം പേരില് പറയാനായിട്ടൊന്നുമില്ല. 30 കൊല്ലം ജീവിച്ചു ഈ പ്രവാസികളുടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഇവര് വേറെ സ്നേഹം തന്നെയാണ് എന്റെ സ്വന്തം പേരിലുള്ള സ്വത്ത്. അവരോടുള്ള കൂട്ടായ്മയുടെ വിട്ടു പോകുമ്പോ ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നു. പോവാതിരിക്കാനും പറ്റില്ല. പിന്നെ കുറച്ച് പൈസ കമ്പനിയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീടിന്റെ പണി പൂർത്തിയായത്. എന്നാലും പൂർത്തിയായിട്ടില്ല, കുറെയൊക്കെ ബാക്കിയുണ്ട്. കയറി കിടക്കാം, മഴയും വെയിലും കൊള്ളാതെ കയറി കിടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ട്. അതിപ്പം ഭാര്യയുടെ പേരിലാണ് ഉള്ളത്. പോയിട്ടൊന്ന് സുഖമായിട്ടൊന്ന് പോയി സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ട് കഴിയുക. എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ വിളിക്കുക, നമ്മളെ കൂടെ ഉണ്ട്. ആഗ്രഹം അങ്ങനെയാണ്. പിന്നെ ഇപ്പം ബോസിന് കുറച്ച് പൈസ കൊടുക്കാൻ അതിന്റെ ടെൻഷനാണ്. ബോസിന്റെ പേര് പറഞ്ഞില്ല, ബോസ് വിളിക്കുന്നുണ്ട്. ബോസിന് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. ഫോൺ എടുക്ക്, നോക്കാൻ എന്താന്ന്. ഹലോ സർ, ഹലോ സർ, ഹലോ. കേൾക്കുന്നുണ്ട് സർ. സർ പൈസ റെഡി ആയിട്ടില്ല എൻ്റെ അടുത്ത്. ഇന്ന് നാട്ടിൽ പോകുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ലോണായിട്ട് എടുത്ത് ശരിയാക്കിയിട്ട് ഞാൻ തരാം. സർ. കാണാം സർ, കാണാം. ഓക്കെ സർ, ഓക്കെ, ഞാൻ കാണാം. ബോസ് കാണണം എന്നാ പറയുന്നത്. എന്തായാലും വരട്ടെ, വന്നിട്ട് എന്താ ചെയ്യാം. ഐഡിയ കിട്ടുന്നില്ലല്ലോ. 30 വർഷം ഞാൻ ചെയ്തു. 30 വർഷം അദ്ദേഹത്തിന് വേണ്ടി പണി ചെയ്തു. 30 വർഷം കമ്പനി വളർത്തിയെടുത്തു. ഒരു 5000, 3000, 4000, 5000 രൂപ കൊടുക്കാൻ 30 വർഷം ചെയ്തു കമ്പനി കൊണ്ട്. എൻ്റെ നീര്, എൻ്റെ ചോര എല്ലാ കമ്പനി കൊണ്ട് ഞാൻ ഒരു 5000 രൂപ കൊണ്ടിട്ട് വിളിക്കുന്നു. എന്തൊക്കെയുണ്ട് ബാബു? നാട്ടിലേക്ക് പാക്കിങ് കഴിഞ്ഞോ? എന്താ ബാബു തരാൻ പൈസ ഞാൻ തരാം. അങ്ങനെ നാട്ടിൽ പോയി എത്തിച്ചു തരാം. എന്താ ബാബു, ഞാൻ പൈസ വാങ്ങാൻ വന്നോന്ന് വിചാരിക്കണം. സാറിന് തരാണ്ട് എനിക്കറിയാം. പൈസ വാങ്ങാൻ വന്നതല്ല ഞാൻ. ബാബുവിനെ അറിയാലോ,
കമ്പനിയുടെ അവസ്ഥ എന്തായിരുന്നു അല്ലേ? എല്ലാവരും വിട്ടുപോയപ്പോഴും എൻ്റെ കൂടെ നിന്നുള്ള ബാബു. ആ ബാബുവിനെ ഞാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടിക്കോ? ഇല്ലല്ലോ, ബുദ്ധിമുട്ടിക്കോ? നാട്ടിൽ പോയിട്ട് എല്ലാവരോടും സന്തോഷമായി ജീവിക്കും. ഓക്കെ, ബാബുവിന് ചെറിയൊരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കയ്യിൽ വെക്കും, സുഖമായി ജീവിക്കും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിലേ നാട്ടിൽ തന്നെ വിളിക്കും. സുഖമായിട്ട് സന്തോഷം. ഇല്ലല്ലോ, വേണ്ട വേണ്ട, സന്തോഷം ഒന്നും വേണ്ട. ഓക്കെ, ഞാൻ വരാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, കുറച്ച് തിരക്കുണ്ട്. ഞാൻ പിന്നെ വരാം. വിളിക്കാം. സന്തോഷം, സന്തോഷം. ചേർത്തോടി പുറത്താ. അത് കുഴപ്പമൊന്നുമില്ല, കിട്ടിയ എത്തിയാ പോലെ നമ്മളെ ബാബുച്ചേട്ടൻ പോകുന്നത്. ബാബു ബാബു കഥ ഞാൻ പറയാം, ഒരു മരുഭൂ കഥ ഞാൻ പറയാം. ഒരു നാൾ തോണി തുഴഞ്ഞൊരു പ്രാരാബ്ധ കടൽ താണ്ടിയിറങ്ങിയ ചുടുമണലിൽ ചെഞ്ചോര പൊടിഞ്ഞൊരു ഉപ്പൂറിയ വിയർപ്പു കൊണ്ടൊരു സ്വപ്നം നെയ്തൊരു കഥ പറയാം. കാലം കരിയില പോലെ കൊഴിഞ്ഞൊരു നേരം നിരവിളിയോടെ പറഞ്ഞു, മോഹ
മോഹം കൊണ്ടു കരിഞ്ഞു കരിഞ്ഞൊരു ദേഹം പല കുറിപാതിയിൽ നിർത്തി സ്നേഹം തന്നവരൊക്കെ മറഞ്ഞു സ്വപ്നം വെറുമൊരു സ്വപ്നം സ്വപ്നം വെറുമൊരു സ്വപ്നം കാലം കരിയില പോലെ കൊഴിഞ്ഞൊരു നേരം നിലവിളിയോടെ പറഞ്ഞു മോഹം കൊണ്ടു കരിഞ്ഞു കരിഞ്ഞൊരു ദേഹം പല കുറിപാതിയിൽ നിർത്തി സ്നേഹം തന്നവരൊക്കെ മറഞ്ഞു സ്വപ്നം വെറുമൊരു സ്വപ്നം തുടരുമ്പോൾ ഞാനേകൻ കഥ തുടരുമ്പോൾ ഞാനേകൻ ചുറ്റുമീ മണൽ കാടു മാത്രം എല്ലാം വെറുമൊരു സ്വപ്നം എല്ലാരുടെയും സ്വപ്നം എല്ലാം വെറുമൊരു സ്വപ്നം എല്ലാരുടെയും സ്വപ്നം പൈസ അയച്ചു ആരുടെ തെറ്റ് നിന്റേതാണോ എന്റേതാണോ എൻ്റെ ചിന്തയുടെ എന്ന് ഞാൻ ഇതേപോലെ ഉണ്ടാകുന്നുള്ളൊരു ചിന്ത ഈ മാസം നമ്മൾ കിട്ടുമ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ട് അയച്ചു നാളെ ബാക്കി വെക്കാം നാളെ 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 ചിന്തയാണ് എൻ്റെ ഇവിടത്തേക്ക് എത്തിച്ചത് നിനക്ക് അയച്ചു തരുന്നതിൽ കുറച്ചെങ്കിലും ഒരു ചെറിയ ശതമാനം എൻ്റെ പേരിലും മാറ്റി വെച്ചത് എനിക്ക് ഈ ഗതി വരുമായിരുന്നു എനിക്ക് ഇല്ല ഇനിയും ഞാൻ ഉണ്ടാക്കും ओ अरे आएगा आएगा अभी आएगा भाई
എന്ത് പറ്റി? എന്നാ വന്നേ? ഒരാഴ്ച എന്താ കരയത്തിനാ? ഇല്ല. എന്താ പറ്റിയ ബാബുട്ടാ? എന്നാ നാട്ടിൽ നിന്ന് വന്നേ? പോയി, എല്ലാം പോയി. നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് നാളായി. കുറേ ജോലി അന്വേഷിച്ചു, ഏടിയും കിട്ടിയില്ല. കിടക്കാൻ കുറേ സ്ഥലം അന്വേഷിച്ചു, ഏടിയും കിട്ടിയില്ല. ഗൾഫിൽ നിന്ന് സമ്പാദിച്ചതല്ല ഭാര്യ മക്കളും കരയാതെ കരയാതെ. മുപ്പത് കൊല്ലം സംഭവിച്ചത് മൊത്തം പോയി. പ്രായമായാലും വീട്ടിൽ ഇറക്കി വിട്ടു. ഏടെ ഞാൻ പോണത്? സ്ഥലം പറ, ഏടെ ഞാൻ പോണത്? നാട്ടുകാരുടെ കോമഡിയായിപ്പോയി. കോമഡി. സമാധാനപ്പെട്ട് ബാബട്ടാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സമ്പാദിക്കുമ്പോൾ നമുക്കൂടെ വേണ്ടി നമ്മൾ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് പൈസ നമുക്ക് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? പറയുന്നത് ശരിയാണ്. പറയുന്നത് അതേപോലെ കേട്ട് അതിലെ വിട്ടു. അനുഭവത്തിൽ വരുമ്പോഴും മനസ്സിലാവും ഭഗവാനെ, അനുഭവത്തിൽ വരുമ്പോഴും മനസ്സിലാവും. കൈയും കരട്ട് വേർക്കുന്നു. അച്ഛനൊരു കാര്യം ചോദിച്ചാൽ തരുവാണ്. എന്താ ബാബട്ടാ? എന്റെ ഭാര്യ മക്കളൊന്നും സ്നേഹിച്ചിട്ടില്ല. അച്ഛാനെങ്കിലും എനിക്കൊരു ഉമ്മ തരുവോ? സമ്പത്തു കാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തു കാലത്ത് കാപ്പത്തു തിന്നാ. സമ്പത്തു കാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തു കാലത്ത് കാപ്പത്തു തിന്നാ.